ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടല്ലോ. സോ അപ്പോൾ നമ്മളിവിടെയുള്ള സ്റ്റുഡൻസിനും പുറത്തുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ബിഗിനേഴ്സിന് A1 A2 ലെവലൊക്കെ ഉള്ളവർക്ക് എന്തൊക്കെ അഡ്വൈസ് നമുക്ക് കൊടുക്കാനുള്ളത്? ഈ ജർമ്മൻ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേണ്ടത് വൊക്കാബ്സ് ആണ്. വൊക്കാബ്സ് ആണെങ്കിൽ നമുക്ക് 4 മൊഡ്യൂളും നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് മെച്ചപ്പെടാനും കഴിയും. അപ്പോൾ പരമാവധി വൊക്കാബ്സ് പഠിക്കുക, അതന്നെ ഉള്ളൂ. ഗ്രാമേഴ്സൊന്നും ഭയങ്കരമായിട്ട് ടഫുള്ള ഗ്രാമേഴ്സൊന്നും ഈ ജർമ്മനിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു B2 വരെ സംബന്ധിച്ചിടത്തോളം B1ലാണ് ഏകദേശം എല്ലാ ഗ്രാമേഴ്സും വരുന്നത്. പിന്നെ C1ലേക്കൊക്കെ വരുമ്പോൾ ലിറ്ററേച്ചറാണ്. അപ്പോൾ ഈ B1ലാണ് ഏറ്റവും കൂടുതൽ ഗ്രാമേഴ്സ് വരുന്നത്. അപ്പോൾ ഗ്രാമേഴ്സൊന്നും ഭയങ്കര ടഫായിട്ടുള്ള ഒന്നും ഇല്ല. നീ എന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് പഠിച്ചത്? ഇപ്പോൾ എക്സ്പ്രഷനാണെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ തുടക്കം A1 A2 പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ചിരി വരും. അതായത് അങ്ങനത്തെ ഒരു ലാംഗ്വേജാണ് ജർമ്മനി. കുറേ ഹായും അങ്ങനെയൊക്കെ. അപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് ക്ലാസ്സിൽ നമ്മൾ ചിരിച്ചാലും നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു ലാംഗ്വേജിൽ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെച്ചപ്പെടാൻ കഴിയും. ഇപ്പോൾ ഞാൻ A2 B1 ഇപ്പോൾ ക്ലാസ്സിൽ മലയാളം സംസാരിച്ചാൽ ഫൈനാണ്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ജർമ്മൻ തന്നെ സംസാരിക്കുള്ളൂ. അപ്പോൾ തെറ്റാണെങ്കിലും നമ്മൾ ജർമ്മനിൽ തന്നെ സംസാരിക്കും. ഇപ്പോൾ സാറോട് സംശയം ചോദിക്കുകയാണെങ്കിലും. അപ്പോൾ അങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും. പിന്നെ ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിലോട്ട് വരുമ്പോൾ ആ ഒരു ടൈം വൊക്കാബ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഏതായാലും ബസ്സിൽ വെറുതെ ഇരിക്കുമ്പോൾ വൊക്കാബ്സ് പഠിക്കും. പിന്നെ വീട്ടിലാണെങ്കിൽ A1 A2 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 hours പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. A1 A2 നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് തോന്നും. പക്ഷേങ്കിൽ നമ്മൾ അതിൻ്റെ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കതൊന്നും എഴുതുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും അതൊന്നും വരില്ല. വായിക്കുക എന്ന് പറയുന്നത് റീഡിങ് അത്യാവശ്യം ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ളൊരു സംഭവമാണ് ഈ ജർമ്മനിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു A1 A2 ഒരു 4 hours നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും B1 നമുക്കത് 4 hours എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് തോന്നും. പിന്നെ ഒരു തേമ പ്രസൻറ്റേഷനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ടൈം പോകുന്നത് അറിയില്ല. കാരണം നമുക്ക് ഒരുപാട് വൊക്കാബ്സ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗൂഗിളിലും ഇതിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ടൈം പോകുന്നത് അറിയുക തന്നെയല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഒരു പാറ്റേണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. EduFlair, education driven by passion.